ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, എന്തായാലും വട്ടിയൂർക്കാവ് ആണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന ബിനോയ്ക്കും തോന്നും എന്നെനിക്ക് തോന്നുന്നു. അവിടെ കോൺഗ്രസിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. 3 പാർട്ടികൾക്കും ആഞ്ഞു പിടിച്ചാൽ എങ്ങോട്ടും ചായാവുന്ന ഒരു മണ്ഡലം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഈ BJP ഭരണത്തിൽ വന്നതോടുകൂടി അത്തരമൊരു ലക്ഷ്യത്തിലേക്കുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആർ ശ്രീലേഖ IPS ഇപ്പൊ കാണിച്ചത് ഒരിക്കലും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഒരു MLA വിളിച്ചിട്ട് റൂം ഒഴിയണം, മാറണം എന്നൊക്കെ പറയുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ഒരുപാട് താഴെയാണ്. എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴും ആർ ശ്രീലേഖ വിചാരിച്ചിരിക്കുന്നത് അവര് പോലീസിൽ തന്നെയാണ്, DGP ആണ് എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. അവര് മനസ്സിലാക്കുന്നില്ല ഇവിടെ ജനാധിപത്യം ഉണ്ടെന്നും ജനങ്ങളാണെന്നും തെരഞ്ഞെടുക്കുന്നെന്നും അവർ മനസ്സിലായില്ല. അവര് അങ്ങാടിയിൽ തോറ്റപ്പോൾ അമ്മയുടെ നെഞ്ചത്ത്. BJP അവരെ പൊതുവെ പാടെ ഒഴിവാക്കി. BJP അവരെ തിരുവനന്തപുരം മേയർ ആക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതും ആക്കിയില്ല. അവര് മാനസികമായി ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് കിട്ടിയൊരു അത്താണി എന്ന് പറഞ്ഞാൽ പ്രശാന്തനെ MLA വിളിക്കാമെന്ന് ആരും ആയിക്കോട്ടെ, MLA വിളിക്കുക, എനിക്ക് റൂം ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അപ്പോൾ എപ്പോഴും ഒരു ബ്യൂറോക്രസ്റ്റ് പൊളിറ്റിക്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുള്ള ആ പ്രശ്നമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ രാവിലെ അവർക്ക് ബോധം വെച്ച് പ്രശാന്തിനെ വന്ന് കാണുകയും വന്ന് തോളി തട്ടുകയൊക്കെ ചെയ്തത് എനിക്ക് തോന്നുന്നു അവര് അവിടെ മത്സരിക്കുവാൻ പോകുന്നു. അപ്പൊ നേതൃത്വം പറഞ്ഞു കാണും. ഇപ്പൊ തന്നെ ആളുകൾ എതിരെ പൊതുവായി സാമാന്യമായി നിൽക്കുന്ന ജനങ്ങൾ എതിരായിട്ടുണ്ട്. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ VK പ്രശാന്തിനെ വന്ന് കണ്ടത്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ മര്യാദയല്ല. ഇത് തന്നെയാണ് BJP ഗുജറാത്തിലും മറ്റു ജയിച്ച സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടി സമീപനം പാലിക്കേണ്ടതാണ് ആർ ശ്രീലേഖ. ഇത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിപ്പോയി. എന്തായാലും MLAക്ക് താഴെയാണ്. പിന്നെ താഴെ ശ്രീലേഖ IPS താഴെ ഇറങ്ങി വരിക, ഒരു സാധാ പൊതുപ്രവർത്തകയായി മാറാൻ ശ്രമിക്കുക. BJP കാണിച്ചത് കൃത്യമാണ്. ഞാൻ ഏത് രാഷ്ട്രീയമോ ആവട്ടെ, BJP അവരെ മേയർ ആക്കാതിരുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുപ്രവർത്തനം അദ്ദേഹം ഇപ്പൊ മേയറായ VV രാജേഷ് ഏത് പാർട്ടിക്കാരനാകട്ടെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ രാഷ്ട്രീയത്തിലെ നല്ലൊരു പ്രൊഫൈലാണ്. അദ്ദേഹം ABVP മുതൽ യുവമോർച്ച, BJP അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പ്രവർത്തിച്ചു വന്നയാള് തന്നെയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ അഖിലാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഖിൽ, കായംകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കായംകുളം കാക്കനാട് നിന്നാണ്. ഓക്കെ, അതെ അതെ. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ BSNLന്റെ ഒരു കോൺട്രാക്ടർ വർക്കൊക്കെ ചെയ്യുക. അത്യാവശ്യം കേബിളിന്റെ വർക്കൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ശരി അഖിൽ, അപ്പൊ ഈ അഖിലിന് തിരുവനന്തപുരത്തും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ കണ്ടു കാണുമല്ലോ. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ വിജയത്തോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലേക്ക് BJPയും മറ്റു പാർട്ടികളും ഒക്കെ കടന്നു, അങ്ങനെ വേണമോ കരുതാൻ? ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ BJPക്ക് BJPയുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, CPMന് CPMന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരും നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ശ്രീലേഖ മേഡം എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അവരുടെ സൗഹൃദം കൊണ്ടായിരിക്കും VK പ്രശാന്തിന്റെ അടുക്കൽ ആ ഒരു ഇടപഴകിയത്. പക്ഷെ അതിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനായിട്ടാണ് VK പ്രശാന്ത് ശ്രമിച്ചതെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. അതുപോലെ തന്നെ അതെന്താണ് ശ്രീ അഖിൽ അങ്ങനെ തോന്നാൻ കാരണം? VK പ്രശാന്ത് കഴിഞ്ഞ 7 വർഷമായി അവിടെ MLA ഓഫീസായി ഉപയോഗിക്കുന്നു. അവിടെ കഴിഞ്ഞ തവണ BJP കൗൺസിലറായിരുന്നു. BJP കൗൺസിലർ ഓഫീസും അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയായിരുന്നു. അതുവരെയുള്ള കൗൺസിൽ, അതിന് മുമ്പ് CPM കൗൺസിലറായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ആർ ശ്രീലേഖ വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ആർ ശ്രീലേഖ വരുമ്പോഴത്തേന് പുള്ളിക്കാരിക്ക് സമൂഹത്തിലോട്ട് ഉണ്ടാകുന്ന ഒരു പബ്ലിസിറ്റി, പോപ്പുലാരിറ്റി, അതൊക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു VK പ്രശാന്തിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല എന്നതാണ്. അല്ല, അങ്ങനെ അവിടെ ഒരു MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നോ, ആ MLA ഓഫീസിന് ഉണ്ടെങ്കിൽ ആ MLA ഓഫീസ് അവിടെ ഇതുവരെ ഉള്ളവർക്കാർക്കും പ്രശ്നമില്ല. ആ വട്ടിയൂർക്കാവിലെ തന്നെ MLA അല്ലേ? അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് MLA വിളിച്ച് ഓഫീസ് ഒഴിയണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് ശരിയാണോ? MLA വിളിച്ച് ഓഫീസ് ഒഴിയണമെന്നൊന്നും പുള്ളിക്കാര് പറഞ്ഞില്ല. എനിക്കും കൂടെ ഒരു സ്ഥലം തരണം, പറഞ്ഞത് അവിടെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം തരണമൊക്കെ അതൊരു ക്ലിയർ ഒഴിയണമെന്ന് തന്നെയാണ് ശ്രീ അഖിൽ ശ്രീലേഖ തന്നെ വളരെ കൃത്യമായി
ഇന്നത്തെ ബൈറ്റുകളിലെല്ലാം കൃത്യമായി തന്നെ ചാനലുകളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒഴിയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു, യാചനാ സ്വരത്തിലാണ് പറഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒഴിയണമെന്ന് വി കെ പ്രശാന്ത് പറഞ്ഞത് അഭ്യർത്ഥിച്ചാലും യാചനാ സ്വരത്തിൽ പറഞ്ഞാലും ഒഴിയണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ള മറുപടിയല്ലേ എനിക്ക് പറയാൻ കഴിയുമെന്നാണ് വി കെ പ്രശാന്ത് ചോദിച്ചത്. അത് പറഞ്ഞത് അഭ്യർത്ഥനയായാലും ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്, മര്യാദ ഇല്ലാതെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീലേഖ മേഡത്തിനെ പോയിട്ടുള്ള ഒരു വ്യക്തി പ്രശാന്തിനോട് ചോദിച്ചത് നല്ല മര്യാദയുടെ രീതിയിൽ തന്നെയാണെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഇതിലെ കൊച്ചു കുട്ടികൾ നമ്മുടെ നുള്ളിയെന്നും പിച്ചിയെന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുന്ന ഒരു രീതിയിലേക്കാണ് പ്രശാന്തിന്റെ നിലവാരം കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു സംശയം, ഒരു കൗൺസിലറിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ് MLA. ഒരു MLAയോട് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക എന്നുള്ളതല്ലല്ലോ. അവിടുത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട് കൗൺസിലിൻ്റെ തീരുമാനമാണ്. കൗൺസിൽ മേയറോട് അഭ്യർത്ഥിച്ച് മേയർ കൗൺസിൽ പ്രത്യേക കുറിപ്പ് കൊണ്ടുവന്ന് അത് പാസ്സാക്കി അതിനുശേഷം അങ്ങനെയൊക്കെയല്ലേ നീങ്ങേണ്ടത്. ഇത് വിഷയം എന്ന് പറഞ്ഞാൽ മേയറിനോ കൗൺസിലറിനോ